യെസ്, ഇനി നമ്മൾ പോകുന്നത് കായിക വിശേഷങ്ങളിലേക്കാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം കാര്യവട്ടത്ത് കളി നടക്കുന്നു എന്നതാണ്. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരമാണെന്ന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്ക് അംഗം തുടങ്ങും. സഞ്ജു സാംസൺ ആദ്യ ഹോം മാച്ചിന് ഇറങ്ങിയേക്കും എന്നതാണ് ഏറ്റവും വലിയ വിശേഷം. യെസ്, അപ്പോൾ ആളുകളും അതിൽ പൂർണ്ണമായും പങ്കാളികളാകുന്നു. കാരണം ടിക്കറ്റുകളൊക്കെ പൂർണ്ണമായും വിറ്റ് കഴിഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം ലഭിച്ച കളിയുടെ ആവേശത്തിലാണ് തലസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ. യെസ്, അപ്പോൾ സൈഫു നേരെ പോകാം കാര്യവട്ടത്തെ വിശേഷങ്ങളിലേക്ക് അല്ലേ. മുഹമ്മദ് നൗഫൽ അവിടെ എത്തിയിട്ടുണ്ട്. കളി തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പറയാതെയാണ് പോയത്. എന്തായാലും നൗഫൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വിവരം അറിയുന്നത്. എന്തായാലും കളി നടക്കട്ടെ, വന്നിട്ട് കാണാം ബാക്കി. ശരി, അപ്പോൾ എത്ര വലിയ ആവേശത്തിലാണ് തിരുവനന്തപുരം ഉള്ളത്. വീണ്ടും ഒരു ഇന്റർനാഷണൽ മാച്ച് കാണാൻ അവർക്ക് കഴിയുന്നു. അവരുടെ ഇഷ്ട താരങ്ങളൊക്കെ കൺമുന്നിൽ എത്തുന്നു. എത്ര വലിയ ആവേശം ഉണ്ട് അവിടെ നൗഫൽ? സൈഫു, നമുക്കറിയാം ഇത് സഞ്ജു സാംസന്റെ ആദ്യത്തെ ഹോം മാച്ചായി മാറാൻ പോകുന്ന കളിയാണ്. ഇന്ന് സഞ്ജു കളിക്കുകയാണെങ്കിൽ തന്റെ ജീവിതത്തിലെ ആദ്യ ഇന്റർനാഷണൽ മാച്ച്, അതായത് നാട്ടുകാരുടെ മുന്നിൽ കളിക്കുന്ന ആദ്യ ഇന്റർനാഷണൽ മാച്ചാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചർച്ച. സഞ്ജു സാംസൺ കളിക്കും എന്നുള്ള വലിയ വിശ്വാസമാണ് ആരാധകരൊക്കെ രേഖപ്പെടുന്നത്. നമുക്കറിയാം ഈ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ പുറകിലുള്ളത് സഞ്ജു സാംസന്റെ വലിയ ഒരു ഫ്ലക്സ് ബോർഡാണ്. തൊട്ടുപുറകിൽ സഞ്ജു സാംസന്റെ ഒരു പൂർണ്ണകായ ചിത്രം നമുക്ക് കാണാം. അങ്ങനെ വളരെ എന്താ പറയുക, ഇതിൻ്റെ ആവേശം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ച തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആവേശം ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ കുറച്ച് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടുത്തെ വരുന്നത്? നമ്മൾ മലപ്പുറം തിരുവല്ല. മലപ്പുറത്തായിരുന്നു അല്ലേ എല്ലാവരും? ഇവിടെ തന്നെയാണ്, അടുത്ത് തന്നെ. അല്ല, നിങ്ങളൊക്കെ ഇപ്പോൾ ഇന്നിപ്പോ നേരത്തെ ഇവിടെ കളി കാണാൻ വന്നിട്ടുണ്ടോ? മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോൾ കളി വന്നാലും വരും. ഇപ്പൊ വന്നതിനെന്തോ പ്രത്യേകിച്ച് ലക്ഷ്യം ഉണ്ടല്ലോ. സഞ്ജു സ്വന്തം നാട്ടിൽ കളിക്കുന്ന ആദ്യത്തെ മത്സരമാണ്. അത് സഞ്ജുവിന് അത്ര സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സഞ്ജു വരുന്ന വേൾഡ് കപ്പിൽ ഇനി വലിയ റൺസോട് കൂടിയിട്ട് തിരിച്ചു വരണം. ആള് കുറച്ച് സമ്മർദ്ദത്തിലാണ്. ഇന്ന് ഇവിടെ ഒരു 50 എങ്കിലും ഉണ്ടാവും ആൾക്ക്. സഞ്ജു ഇന്നത്തെ കളി വളരെ നിർണായകമാണ്. കാരണം വേൾഡ് കപ്പിൽ ടീമിൽ ഉണ്ടാവുന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ കൂടെ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും സഞ്ജു നിർണായകമാണ്. പിന്നെ ഇന്ന് ടോസ് കിട്ടിയാൽ, പൊതുവേ സൂര്യകുമാർ ടോസ് കിട്ടിയാൽ ടോസ് കിട്ടിയാൽ ഫീൽഡിനെ തിരഞ്ഞെടുക്കും. ഇന്ന് ഒന്നും കൂടെ ബെറ്ററായിട്ട് ടോസ് ഇന്ത്യ കിട്ടിയാൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ സഞ്ജുവിന് ടെൻഷൻ ഇല്ലാതെ ഒന്നും ബാറ്റിംഗ് ചെയ്യും. സഞ്ജുവിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കളി. ഒരു തിരിച്ചുവരവായിരിക്കും ഇന്നത്തെ മത്സരം. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് വേണ്ടി ഇന്ത്യ ഇന്ന് സൂര്യകുമാർ ആദ്യം ടോസ് കിട്ടി ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമ്മർദ്ദമില്ലാതെ ഫസ്റ്റ് സഞ്ജുവിന് കളിക്കാൻ കഴിയും. സാധാരണഗതിയിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണ് കിട്ടുന്നത്. സ്വാഭാവിക 200-150 റൺസ് ചേസ് വരുമ്പോൾ ഒരു പ്രയാസത്തിലാണ് നേരത്തെ ഔട്ടാവുന്നത്. ഇപ്രാവശ്യം നേരത്തെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ സഞ്ജുവിന് അതൊരു മുതൽക്കൂട്ടാവുമെന്ന് വിചാരിക്കുന്നു. അതെ, സഞ്ജുവിന്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ മത്സരം. സഞ്ജുവിൽ മറ്റേ ഈ വേൾഡ് കപ്പിലെ ഫസ്റ്റ് 11 സഞ്ജു ഉണ്ടാവും. അതെ, അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വേൾഡ് കപ്പ് ടീമിൽ സഞ്ജു ഉണ്ട്, പക്ഷേ അവസാന 11-ൽ സഞ്ജു ഇടം പിടിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി അത്തരത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ 4 കളിയിലും സഞ്ജുവിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല. അത് വലിയ നിരാശ ആരാധകർക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ സഞ്ജുവിനുണ്ട്. ആ പ്രഷർ സഞ്ജുവിന് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം ഇവിടെ വലിയ ആവേശം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ടീഷർട്ടുകൾ അധികവും സഞ്ജുവിൻ്റെ പേരിലുള്ള ടീഷർട്ടുകളാണ്. ആ ടീഷർട്ടുകൾ അണിഞ്ഞുകൊണ്ടായിരിക്കും എല്ലാവരും ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അങ്ങനെ സഞ്ജുവിന് പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇന്ന് ഗാലറി ഉണ്ടാകും. എല്ലാ ടിക്കറ്റും വിറ്റ് കഴിഞ്ഞു എന്നാണ് KCA അറിയിച്ചിട്ടുള്ളത്. അതായത് സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടി വലിയ പട തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. അതിനോട് നീതി പുലർത്തുന്നൊരു കളി സഞ്ജുവിൻ്റെ ഭാഗത്തുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി കളിയിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ 3 കളി ജയിക്കുകയും പരമ്പര നേടുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ കളി ഇന്ത്യക്ക് വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസിലാൻഡ് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാനത്തെ കളി എന്നുള്ള നിലക്ക് പ്രത്യേകത ഇന്നത്തെ കളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു 11 ആയിരിക്കും ഇന്ന് ഇറക്കുക. ആ പെർഫെക്റ്റ് 11-ൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്ക ഇവിടുത്തെ ആരാധകർക്കുണ്ട്. കഴിഞ്ഞ 4 കളിയിലും പരാജയപ്പെട്ട സഞ്ജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇഷാൻ കിഷനെ ഓപ്പൺ ചെയ്യുകയും ശ്രേയസ് അയ്യരെ നിരയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സഞ്ജുവിനെ അദ്ദേഹത്തിൻ്റെ
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിലാഷം പൂവണിയാൻ ഇന്ന് സാധിക്കില്ല എന്നുള്ള സംഗതിയുമുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് സഞ്ജു കളിക്കാനുള്ള സാധ്യത തന്നെയാണ്. ശ്രേയസ് അയ്യർ ലോകകപ്പ് ടീമിൽ ഇല്ലാത്ത ഒരാളാണ്. പകരം തിലക് വർമ്മയാണ് വരേണ്ടത്. തിലക് വർമ്മ പരിക്ക് കാരണം ഈ ടൂർണമെന്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർക്ക് ഇന്നൊരു അവസരം കൊടുക്കുക മാത്രം ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുക. എന്നാൽ സഞ്ജുവിന് ചാൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. മറുവശത്ത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കളിയിലെ വിജയത്തിന്റെ ആത്മവിശ്വാസം അവർക്ക് നന്നായിട്ടുണ്ട്. അവരുടെ ബോളിംഗ് നിര കൂടുതൽ നന്നായി ഇപ്പോൾ പെർഫോം ചെയ്തു വരുന്നു. അവർക്കും വേൾഡ് കപ്പിന് മുമ്പുള്ള അവസാനത്തെ മാച്ച് എന്നുള്ള നിലയ്ക്കുള്ള പ്രാധാന്യം അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ കളിയെ കാണുന്നത്. ഇരു ടീമുകളും ഇത്രത്തോളം ഗൗരവത്തിൽ ഈ കളിയെ കാണുമ്പോൾ വലിയ ആവേശകരമായ ഒരു മത്സരം ഇവിടുത്തെ കാണികൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത്. സൈഫു, ജിൽസി. തീർച്ചയായും നൗഫൽ നിസ്സംശയം പറയാം, നൗഫൽ വലിയ ആവശ്യത്തിനാണല്ലേ? വലിയ ആവശ്യത്തിലാണ്. എല്ലാ കണ്ണുകളും എന്തായാലും സഞ്ജുവിലേക്ക് തന്നെയാണ്. അപ്പോൾ ജിൽസി കഴിഞ്ഞ 4 മാച്ചുകളിലും സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവസാനത്തെ മാച്ചിൽ നാട്ടിലായതുകൊണ്ടെങ്കിലും സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന ഇപ്പോൾ തിരുവനന്തപുരത്ത് ടീം വന്നിറങ്ങുമ്പോൾ ക്യാപ്റ്റൻ തന്നെ നേരിട്ട് സഞ്ജുവിനെ ആനയിക്കുന്നതൊക്കെ നമ്മൾ നൗഫൽ സഞ്ജുവിലേക്കാണ് എല്ലാ കണ്ണുകളും. അതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ആ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ക്യാപ്റ്റൻ തന്നെ സഞ്ജുവിനെ ആനയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനൊരു സൂചനയായിട്ട് എടുക്കണോ? അല്ലെ, ആ വിഷ്വൽ ശരിക്കും ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം സഞ്ജുവിനെ ഇന്ന് എന്തായാലും ക്യാപ്റ്റൻ കളിപ്പിക്കും എന്നുള്ളൊരു സൂചന ആ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അവസാന തീരുമാനം ടീം മാനേജ്മെന്റ് അവസാനം എടുക്കുന്നതാണ്. കാരണം കളിയെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ആരാധകർക്ക് വേണ്ടി കളിക്കാനോ ഒന്നും ടീം തയ്യാറാകില്ല. കളിയെ ഗൗരവമായിട്ട് തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യത്തിലും അവർക്ക് ഒരു ഗൗരവമുണ്ട്. കാരണം സഞ്ജു വേൾഡ് കപ്പ് 11-ലുള്ളതാണ്. അദ്ദേഹത്തെ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും സഞ്ജുവിന് അവസരം ലഭിക്കും. ഞാനൊരു ദൃശ്യം കാണിക്കാം. ഈ കാണുന്ന ദൃശ്യം, ഇതിൽ തല മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു വലിയ ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ഇത് ആരുടെ പടമാണെന്ന് സൈഫുവിന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞ ബുദ്ധിമുട്ടാണ്, ചോദിച്ചോളൂ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നൗഫൽ തന്നെ പറയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്നാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. താഴേക്ക് വെച്ച ഇത് ധോണിയുടെ ആരാധകർ വെച്ച ധോണിയുടെ സ്റ്റാച്ചു ആണ്. അത് അല്പസമയത്തിനകം ധോണിയുടെ തല അവിടെ വെക്കും. തല എന്നാണല്ലോ ധോണി അറിയപ്പെടുന്നത്. തല അല്പസമയത്തിനകം അവിടെ വരും. അങ്ങനെ ഒരു ഭാഗത്ത് സഞ്ജു സാംസണും അതെ ഒരു ഭാഗത്ത് സഞ്ജു സാംസണും മറുഭാഗത്ത് മഹേന്ദ്ര സിംഗ് ധോണിയുമായാണ് ഇവിടെ ആരാധകർ എത്തിയിരിക്കുന്നത്. അതായത് സഞ്ജുവിനെ ധോണിയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് മലയാളികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. എന്തായാലും ആ ആവേശമൊക്കെ ഇന്ന് സ്റ്റേഡിയത്തിൽ കാണാം. അത് ഗ്രൗണ്ടിൽ കൂടി ഉണ്ടായാൽ വളരെ നല്ലത്. അങ്ങനെ ആ തിരമ്പുന്ന ഒരു സ്റ്റേഡിയം ഇന്ന് കാണാം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സഞ്ജുവിനടക്കം ഹോം ഗ്രൗണ്ടിലെ മത്സരം അവിസ്മരണീയമാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.